രാഷ്ട്രീയവും സിനിമയും എപ്പോഴും ഒരുമിച്ച് പോകുന്ന സ്ഥലമാണ് തമിഴ്നാട്. അവിടെ വീണ്ടും രണ്ട് താരങ്ങൾ നേർക്കുനേർ വരുന്നു. വിജയിക്കാകുമോ അതോ ഉദയനിധിക്കാകുമോ അവസാനം മേൽക്കൈ കിട്ടുക? അറസ്റ്റ്, പ്രതിഷേധം, തിരിച്ചുവരവ്, ഇത് പലതവണ കണ്ടതാണ് തമിഴക രാഷ്ട്രീയം. കരുണാനിധിയെയും സ്റ്റാലിനെയും ജയലളിതയെയും പോലെ ഹീറോ ആകുമോ, അറസ്റ്റ് ഹീറോ ആകുമോ ഉദയനിധി? അതോ റിമാൻഡ് വേണ്ടെന്ന നിലപാടെടുത്തതോടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള DMKക്ക് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള മേൽക്കോയ്മ കിട്ടാനുള്ള ഒരവസരം വിജയ് നിഷേധിച്ചോ? അതിനുള്ള തെളിവായിരുന്നോ തമിഴ്നാട് നിയമസഭയിൽ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം കണ്ടത്? Are you ready to face the consequences, sir? You think it is political vendetta against you and your party? I don't think they have so much brain. These people are just... I will face the consequences. Okay. That's Thank you. கேஸ் வந்து டிஸ்போசல் பண்ணல. நீங்க இன்ஸ்ட்ரக்ஷன் வாங்கிக்கோங்க. நீங்க கேட்டுட்டு இன்ஸ்ட்ரக்ஷன் உங்களுக்கு இல்லன்னா நீங்க பண்ணுங்க சார். நீ இன்ஸ்ட்ரக்ஷன் வாங்காம எப்படி சார் கூட்டிட்டு போக முடியும்? IPS ஆபீசர் உங்களுக்காக அவங்ககிட்ட சொல்லி இன்ஃபார்ம் கேட்க சொல்லுங்க. കാവേരി വിഷയത്തിൽ തഞ്ചാവൂരിൽ നടന്ന പ്രതിഷേധ യോഗത്തിനിടെ മുഖ്യമന്ത്രി വിജയ്ക്കെതിരെയും സർക്കാരിനെതിരെയും ഉദയനിധി സംസാരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് നടി തൃശയുടെ പേരുയർന്നു. ഇതിന് മറുപടിയായി ഉദയനിധി നടത്തിയത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് ആരോപിച്ചാണ് തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. TVK വനിതാ വിഭാഗം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസ്. ഉദയനിധിയുടെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കാനിരിക്കെ 12 മണിക്ക് മുമ്പ് അറസ്റ്റ് പാടില്ലെന്ന് നിർദ്ദേശിച്ചിരിക്കെ 11 മണിയോടെ ചെന്നൈ നീലാങ്കരയിലെ വീട്ടിലെത്തി തിടുക്കപ്പെട്ടാണ് തഞ്ചാവൂർ പോലീസ് ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. റിമാൻഡ് ചെയ്യാൻ സർക്കാരിന് ആദ്യം മുതൽക്ക് തന്നെ ഉദ്ദേശമുണ്ടായിരുന്നില്ലെന്നാണ് TVK വൃത്തങ്ങൾ പറയുന്നത്. അതിരുവിട്ട വർത്തമാനം പാടില്ലെന്ന ശക്തമായ സന്ദേശം നൽകാനാണ് മുഖ്യമന്ത്രി വിജയ് ശ്രമിച്ചതെന്നും TVK നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല, ജയിൽവാസം ഒഴിവാക്കിയതോടെ DMKക്ക് ഇതിന്റെ പേരിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം നഷ്ടമായെന്നും TVK നേതാക്കൾ അവകാശപ്പെടുന്നു. ഉദയനിധിയുടെ അറസ്റ്റ് വാർത്ത അറിഞ്ഞതോടെ നൂറുകണക്കിന് DMK പ്രവർത്തകരാണ് നീലാങ്കരയിലെ വീട്ടിലേക്കും തഞ്ചാവൂരിലേക്കും എത്തിയത്. ഉദയനിധിയെയും കൊണ്ടുള്ള വാഹനവ്യൂഹം പോയ വഴികളിലും പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി എത്തിയിരുന്നു. തഞ്ചാവൂർ വരെ ഉദയനിധിയെ പിന്തുടരാൻ വലിയ വാഹനവ്യൂഹവും DMK ഒരുക്കിയിരുന്നു. ചെന്നൈ നഗരപരിധിക്കപ്പുറത്തുള്ള ചെക്ക് പോസ്റ്റിൽ വെച്ച് പോലീസ് DMK നേതാക്കളുടെ വാഹനങ്ങൾ തടഞ്ഞു. പിന്നാലെ മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ പോലീസിന്റെ തിടുക്കപ്പെട്ടുള്ള നടപടി തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുകൾക്കും സർക്കാർ സഡൻ ബ്രേക്ക് ഇട്ടു. ഉദയനിധിയെ ചോദ്യം ചെയ്താൽ മതിയെന്നും റിമാൻഡ് ആവശ്യപ്പെടില്ലെന്നുമായിരുന്നു സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചത്. അതോടെ കോടതി നടപടികൾ പെട്ടെന്ന് തീർന്നു. ചോദ്യം ചെയ്ത് ഉദയനിധിയെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു. അതോടെ വമ്പൻ പ്രതിഷേധങ്ങൾക്കൊരുങ്ങിയ DMK പ്രവർത്തകർക്ക് നിരാശയായി. രാഷ്ട്രീയമായി അടിച്ചമർത്താനുള്ള മുഖ്യമന്ത്രിയുടെയും ഭരണകക്ഷിയുടെയും കൃത്യമായ രാഷ്ട്രീയ കളിയെന്നാണ് DMK ആരോപിക്കുന്നത്. കാവേരി നദിയെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും എഡിറ്റ് ചെയ്ത വീഡിയോ ഉപയോഗിച്ച് വ്യാജപ്രചരണം നടത്തുകയാണെന്നും DMKയും ഉദയനിധിയും കുറ്റപ്പെടുത്തുന്നു. പക്ഷേ സ്ത്രീകളുടെ അന്തസ്സ് ഹനിക്കുന്ന പ്രവൃത്തി അനുവദിക്കില്ലെന്ന് തുടക്കം മുതൽ വ്യക്തമാക്കിയിട്ടുള്ള വിജയ് സർക്കാരിന്റെ കരുത്തുറ്റ നടപടിയെന്നാണ് TVK പ്രവർത്തകർ പറയുന്നത്. ഉദയനിധിയുടെ അറസ്റ്റ് അവർ ആഘോഷമാക്കുകയും ചെയ്തു.
വിജയിയുടെയോ തൃഷയുടെയോ പേര് പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞില്ല എന്നതാണ് ഉദയനിധിക്കുള്ള പിടിവള്ളി. പക്ഷേ സാഹചര്യം നോക്കുമ്പോൾ അതൊരു വലിയ പ്രതിരോധമാണെന്ന് പറയുക വയ്യ. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസ് പ്രതിപക്ഷ നേതാവിന് ഭൂഷണമല്ല. DMKയെ നേരിടാൻ എപ്പോഴും താൻ തയ്യാറാണെന്ന സന്ദേശം വിജയ് കൃത്യമായി നൽകുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഉദയനിധിക്ക് ആശ്വാസം നൽകുന്നത് തമിഴക രാഷ്ട്രീയത്തിലെ ചില പഴയ കഥകളാണ്, സംഭവങ്ങളാണ്. 2001 ജൂണിൽ അഴിമതി കേസിൽ കരുണാനിധിയെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ്. പിടിച്ചുവലിച്ചും തള്ളിയിട്ടുമൊക്കെയാണ് കരുണാനിധിയെ കൊണ്ടുപോയത്. പിന്നാലെ ഇതേ ഫ്ലൈ ഓവർ അഴിമതി കേസിൽ മകനും അന്ന് ചെന്നൈ മേയറുമായിരുന്ന സ്റ്റാലിനും അറസ്റ്റിലായി. പക്ഷേ DMKയെ രാഷ്ട്രീയമായി തളർത്താൻ ഉപയോഗിച്ച ആയുധം ജയലളിതയെ തിരിച്ചടിക്കുകയാണുണ്ടായത്. 96-ൽ ജയലളിതയെ അറസ്റ്റ് ചെയ്തതിനുള്ള പ്രതികാര നടപടിയായിരുന്നു ജയലളിത ചെയ്തത്. അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രിയായി അന്ന് ജയലളിത. പിന്നീട് 2014-ലും ജയലളിത അറസ്റ്റിലായിട്ടുണ്ട്. ജയിലിൽ കഴിയുന്ന സമയത്ത് പനീർശെൽവം മുഖ്യമന്ത്രിയായി ജയലളിതയുടെ ഫോട്ടോ മേശപ്പുറത്ത് വെച്ച് ഭരിക്കുകയും ചെയ്തു. 2015-ൽ കർണാടക ഹൈക്കോടതി കുറ്റവിമുക്തമാക്കിയതിനു പിന്നാലെ ജയലളിത വീണ്ടും മുഖ്യമന്ത്രിയായി. മാത്രമല്ല, തുടർച്ചയായി രണ്ടാമതും അധികാരത്തിൽ വരാൻ ജയലളിതയെയും DMKയെയും സഹായിച്ചത് ഈ അറസ്റ്റും തുടർന്നുണ്ടായ സഹതാപ തരംഗവുമായിരുന്നു. ഞാൻ കലൈഞ്ജരുടെ പേരക്കുട്ടി, സ്റ്റാലിൻ്റെ മകൻ, 100 തവണ അറസ്റ്റ് വരിക്കാനും തയ്യാറെന്ന് ഉദയനിധി വെറുതെ പറഞ്ഞതല്ലെന്ന് ചുരുക്കം. അഹങ്കാരം വിനാശത്തിന് വഴിയൊരുക്കും. അമിതമായ അഹങ്കാരം വിനാശം വേഗത്തിലാക്കുമെന്ന് സ്റ്റാലിൻ പറഞ്ഞതും ഇതേ പശ്ചാത്തലത്തിൽ. കാവേരി പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനാണ് കേസും അറസ്റ്റുമൊക്കെ എന്ന് DMK കുറ്റപ്പെടുത്തുന്നു. റിമാൻഡ് ചെയ്യാൻ ഉദ്ദേശമില്ലായിരുന്നുവെങ്കിൽ പിന്നെ നിരവധി വകുപ്പുകൾ ചുമത്തിയത് എന്തിനാണെന്നും ഉദയനിധിയെ തഞ്ചാവൂർ വരെ കൊണ്ടുപോയത് എന്തിനാണെന്നും ചോദിക്കുന്നു DMK. സ്ത്രീവിരുദ്ധ പരാമർശം ഗരിമ കുറച്ച പ്രതിപക്ഷ നേതാവിനെയാണോ അതോ പ്രതികാര നടപടിയിൽ കൂടുതൽ ഊർജം സംഭരിച്ച പ്രതിപക്ഷ നേതാവിനെയാണോ കാണുക എന്നത് ചോദ്യം. എൻ വഴി തനി വഴി എന്ന് പറഞ്ഞെങ്കിലും വിജയ് പെട്ടെന്ന് തമിഴ്നാടിന് ശീലമുള്ള ഒരു പ്രതികാര രാഷ്ട്രീയ പാതയിലേക്ക് എത്തിയോ എന്നതും ചോദ്യം. കേസും അറസ്റ്റുമൊക്കെ തിടുക്കപ്പെട്ടുള്ള നടപടിയായില്ലേ എന്ന ചോദ്യം വിജയുടെ പ്രതിച്ഛായയ്ക്ക് ചെറിയ തിളക്കക്കുറവ് നൽകിയില്ലേ എന്നതും ചോദ്യം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കാത്തിരിക്കാം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ത്രില്ലുള്ള അടുത്ത എപ്പിസോഡ് വരട്ടെ. Subscribe to One India and never miss an update.